നമസ്കാരം പ്രിയപ്പെട്ടവരെ. മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ മഹാകുംഭമേള നടന്നു. 250 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു മഹാകുംഭമേള വന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ ഈ ഒരു കുംഭമേള നടത്താൻ തീരുമാനിച്ചത് ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും ചാണകത്തലയന്മാരുടെയും ഒരു ബുദ്ധി തന്നെയായിരുന്നു. കാരണം അതൊരു ധ്രുവീകരണം നടത്താം, എന്നിട്ട് അതിലൂടെ നമുക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ മതവിശ്വാസികളുടെ വോട്ട് മേടിക്കാം എന്ന രീതിയിൽ മുസ്ലിങ്ങൾ ഈ ഒരു കുംഭമേളയെ തടയാൻ പോകുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ തടയുന്നു എന്നുള്ളൊരു വ്യാജ പ്രചരണം നടത്തി. ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് ഒരു കാഷായ വസ്ത്രം ധരിച്ചിട്ട് ഒരു വിവരം കെട്ട വിവരദോഷി വന്ന് ഇതൊരു തന്നെ തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞു. അതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി അവിടുത്തെ നല്ല ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നിൻ്റെ ഒന്നും തന്തയുടെ വകയല്ല ഇന്ത്യ എന്നുള്ളത്. ഈ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ ഇന്ന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നത് നമ്മുടെയൊക്കെ പൂർവികന്മാർ, അതായത് നല്ല ജനിസിന് ജനിച്ചിട്ടുള്ളവർ, അല്ലാതെ ഇവനെപ്പോലുള്ള ഷൂ നക്കി സവർക്കറിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. അത് പറയാനായിട്ട് ഇവന്മാർക്കൊരു അവകാശവുമില്ല. ഇപ്പം മറ്റൊരു വേട്ടാവളിയൻ ഈ ഒരു കുംഭമേള നടക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം മറ്റവൻ്റെ ചേട്ടനായിട്ട് വരും ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കേൾക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ കാളിയണ്ണനുണ്ടല്ലോ, നമ്മളെല്ലാവരും പരിഹസിച്ചിരുന്നു ഈ ടെക്നോളജി ആണെന്നൊക്കെ പറഞ്ഞ്. സത്യത്തിൽ ഈ പുള്ളിയുടെ 2-3 വീഡിയോകൾ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയതാണ്. കാരണം പുള്ളി ഒരു കറക്റ്റ് ഒരു ഹിന്ദുവിൻ്റെ റൂട്ടിലേക്ക് വരുന്നതായിട്ട് ഈ 2-3 വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. 2-3 വീഡിയോകൾ ഞാൻ റിയാക്ട് ചെയ്തപ്പം എന്നെ ഒന്ന് ഞെട്ടിക്കാനൊക്കെ നോക്കി, അങ്ങനെ ഒരു ചെറിയ വിഷയമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പം പുള്ളിയോട് എന്തോ ഒരു വല്ലാത്തൊരു ബഹുമാനം തോന്നി. ഇനി നാളെ മാറുമോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിനോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു മത തീവ്രവാദിയായിട്ടുള്ള ഈ വൃത്തികെട്ട ഊള പറയുന്നതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം. ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നമ്മുടെ കാളിയണ്ണൻ കൊടുത്തിട്ടുണ്ട്. കാളിയണ്ണന് ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നി. സത്യത്തിൽ ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ട്. കാരണം ഹൈന്ദവൻ തന്നെ ഇവനെപ്പോലുള്ള കാഷായ വസ്ത്രം ധരിച്ച ആസാമികൾക്ക് മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളത് കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മൾ പറയുമ്പോഴത്തേക്കാണല്ലോ അത് വർഗീയതയായി മാറുന്നത്. പക്ഷേ ഇവനെപ്പോലുള്ളവനല്ല, ഇനി ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവനാണെങ്കിലും കൊള്ളാം, മറ്റൊരു മതത്തെ ദ്രോഹിച്ച് അല്ലെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്തിട്ട് എൻ്റെ മതമാണ് നല്ലതെന്ന് പറയുന്നത് അതൊരു യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി അല്ല. അത് ചില അസുര ഗണങ്ങളിൽ പെട്ടിട്ടുള്ള അവരുടെ വിത്താണ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പുലമ്പുന്നത്. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കാളിയണ്ണൻ്റെ ആ മറുപടി. അണ്ണാ പൊളിച്ചേട്ടാ കേട്ടോ. ഈ ലോകം മൊത്തവും നിങ്ങൾക്കറിയാം മറ്റു മതസ്ഥർ എന്ന് പറയുന്ന മറ്റ് മതസ്ഥർ എന്ന് എനിക്ക് അവരെ വിളിക്കാൻ കഴിയുന്നില്ല. അതൊരു ചിന്താരീതി മാത്രമാണ്. 2 തരത്തിലുള്ളവരെ കുറിച്ച് ചിന്തിച്ചാലും അതൊരു ചിന്താരീതി മാത്രം. മതസ്ഥർ എന്ന് എനിക്ക് അവരെ വിളിക്കാൻ ഒന്ന് കൊള്ളസംഘവും ഒന്ന് മറ്റൊന്നുമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകം എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ബിൽഡിങ്ങുകൾ ഇന്ന് നമ്മുടെ ധർമ്മത്തിന്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് അതിന് ഇനി മാറ്റം വരാനുള്ളത്. അതാകും അതിന്റെ ഒരു തുടക്കമാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുകുന്ദന്റെ നാമം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നിരിക്കും, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. എന്റെ മിത്രങ്ങളായ മറ്റു മതസ്ഥർ എന്റെ ധർമ്മത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരാണത്? ഞാനതിന് മുമ്പ് നിങ്ങൾ കണ്ടുണ്ടാ? ആരാ ഏട്ടാ? എന്താ ഏട്ടാ നിങ്ങളെ വിഷയം? എന്താ ഏട്ടാ? എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. ഇത് ആരാണ്? മുതലാരാണ്? ഞാനിതുവരെ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇതെന്താ സംഗതി? എന്താ തിരുനാവായ കുംഭമേള നടക്കുന്ന സമയത്ത് വന്നിട്ട് ഒരു സ്വാമി എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് ആരാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം പറയുന്നതൊക്കെ റോങ് ആണ്. മറ്റു 2 മതക്കാർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അത് തന്നെയല്ല അവരിപ്പോൾ നിങ്ങളെയും പറയുണ്ടാവുക. അപ്പോൾ അവരും നിങ്ങൾ തമ്മിൽ എന്ത് മാറ്റമുള്ളത്? ഇവിടെ എന്തെങ്കിലും ഒരു ഹിന്ദുക്കളുടെ പ്രോഗ്രാം നടക്കാന്ന് കണ്ട അവിടെ വന്നുകൊണ്ടിട്ട് ഇങ്ങനെ വലിയ വർത്താനം പറയാൻ കുറേ എണ്ണുണ്ട്. എന്നാൽ ഹിന്ദുക്കളെ ഇടയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഇവരിൽ ആരുമില്ല. ഇവരൊക്കെ ട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാവും. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യൂല. എന്നാൽ എവിടെയെങ്കിലും ഹിന്ദുക്കൾ 10 ആൾ കൂടുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് ആവേശം കൊണ്ടിട്ട് ഇങ്ങോട്ട് ഡയലോഗ് അടിക്കാൻ ഒരുപാടെണ്ണം അതുപോലെ ഉണ്ട്. അവരുടെ മത ബിൽഡിങ്ങുകളൊക്കെ അത് ഒരു പ്രാർത്ഥനാലയം എന്ന് പറയാൻ പറ്റില്ല, മത ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ ഹിന്ദുവിലോട്ട് വന്നിട്ട് കോപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി നിങ്ങൾക്ക് ഹിന്ദുവിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂല, ഉള്ള കാര്യം പറയാം. ഏതെങ്കിലും ക്രിസ്തു പള്ളി നിങ്ങൾ ഹിന്ദുമത പ്രാർത്ഥനാലയമാക്കി മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട് നിങ്ങൾ.
എന്തിനാണ് ഈ വലിയ വർത്താനങ്ങൾ പറഞ്ഞിങ്ങനെ ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നത്? അവരിപ്പോൾ മുസൽമാനായിട്ട് നിന്നുകൊണ്ടോ ക്രിസ്ത്യാനായിട്ട് നിന്നുകൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവരിന്ന് നിലനിന്ന് പോണത്. നിങ്ങളൊക്കെ നിങ്ങളെ പോലെ നിൽക്കാത്തതിന്റെ ഗുണം കൊണ്ടാണ് ഇന്ന് പല രീതിയിൽ ശിഥിലമായി ഹിന്ദുക്കൾ മാറിപ്പോയത്. 10 പൈസയുടെ ഉപകാരം നിങ്ങളെ കൊണ്ടൊന്നും ഒരാൾക്കും ഉണ്ടാവില്ല. എന്നാലോ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്തോ മല മറിച്ച് ചെയ്തു എന്ന് പോലെയാണ്. എന്ത് ചെയ്തു എന്നാ എനിക്ക് മനസ്സിലായി. ഈ കേരളത്തിലെ ഹൈന്ദവരുടെ അവസ്ഥകൾ വളരെ വളരെ പരിതാപകരമാണ്. സാമ്പത്തികമായിട്ട് അവരെല്ലാം കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലത്തെ ഏതൊരാൾ വന്നിട്ടാണ് അവരെ കൈപിടിച്ച് വരുത്തിയിട്ടുള്ളത്? ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം തരണം സാർ. വെറുതെ എവിടെയെങ്കിലും വന്നിട്ട് 4 ആൾ ഹിന്ദു കൂടുന്നിടത്ത് വന്നിട്ട് ആവേശത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? 4 ഹിന്ദുക്കൾ ഇവിടുന്ന് മതം മാറി പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഹിന്ദു മാത്രമായിട്ട് കൊണ്ടുവരുന്ന വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതണ്ട. ആ 4 പേര് പോകാനുള്ള സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഫെയിലാണ് ഈ ഫീൽഡ്. എനിക്ക് ഈ അഭിനവ ആളുകളോട് ഒരു താല്പര്യമില്ല. നിങ്ങൾ പ്രവർത്തിക്കുക, ആളുകൾക്കിടയിലൂടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് അതിൽ നിന്നും ആളുകളെ ഉന്നമനത്തിലോട്ട് കൊണ്ടുപോകാം. എന്നാ സമ്മതിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സമസ്ത എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടന നടത്തിയ പ്രോഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇവിടെ 1 കോടിക്ക് മേലെയുണ്ട് ഹിന്ദുക്കൾ. ഈ കേരളത്തിൽ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുംഭമേള നടത്തിയപ്പോൾ അതിൽ എത്ര ഹിന്ദുക്കൾ പങ്കെടുത്തു എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഹിന്ദുക്കൾ എവിടെ കിടക്കുന്നു എന്നുള്ളത്, മുസ്ലിങ്ങൾ എവിടെ കിടക്കുന്നു എന്നുള്ളത്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ ചെയ്യാത്തതിന്റെ ഫലമാണ് ഹിന്ദു ഒരുമിക്കണമെന്ന് പറയുമ്പോൾ ഒരുമിക്കാത്തത്. ഈ മതേതരം നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു മതക്കാരെ കുറ്റം പറഞ്ഞിട്ടോ അല്ല ഹിന്ദുക്കളെ ഏകീകരിപ്പിക്കേണ്ടത്. മറ്റുള്ള മതക്കാരെ ആരും കുറ്റം പറഞ്ഞിട്ടല്ല ഏകീകരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുക്കളും ഏകീകരിക്കേണ്ടത് മറ്റുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞിട്ടല്ല, മറ്റുള്ള മതങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞിട്ടല്ല, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊടുത്തിട്ടാണ് ഹിന്ദുക്കളെ ഏകീകരിപ്പിക്കേണ്ടത്. അവരെ ഉന്നമനത്തിലോട്ട് എത്തിപ്പിച്ചതിന് ശേഷമാണ് ഏകീകരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടുള്ളൂ. കഥ പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 4 ഹിന്ദുക്കൾ കൂടുന്നിടത്ത് വന്ന ആവേശത്തോടു കൂടി കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ബാക്കി കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കുംഭമേള നടത്തുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ഹിന്ദു മാത്രത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നാണ് കഥ പറയാൻ വരുന്നത്. മറ്റുള്ള മതങ്ങളെ നശിപ്പിച്ചുകൊണ്ടും മറ്റുള്ള മതങ്ങളെ ഇല്ലാണ്ടാക്കണമെന്ന് ചിന്തിച്ചും കൊണ്ടല്ല ഹിന്ദു മതത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. മറ്റു മതങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അത് പഠിക്കണം. അത് പഠിച്ചിട്ട് വേണം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ. സോറി, എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അണ്ണാ സൂപ്പർ പൊളിച്ചേട്ടാ. ഇത് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. അപ്പം 2 മതസ്ഥര ഇവന് മനുഷ്യനായിട്ടൊന്നും തോന്നുന്നത്, കാരണം അതിന് നല്ല മനുഷ്യനുണ്ടായാലല്ലേ ഇവരെയൊക്കെ മനുഷ്യഗണത്തിൽ നിനക്കൊക്കെ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ കാഷായ വസ്ത്രം ധരിച്ച പല മരവാഴകളും ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അണ്ണൻ പറഞ്ഞ ഒരു കാര്യം, ഇവൻ പറയുന്നത് പോലെ ഒരിക്കലും ഒരു കഞ്ചാവടിച്ച് കിറങ്ങി നടക്കുന്ന മതം എന്താണെന്ന് പോലും അറിയാൻ മേലാത്ത ഒരു മുസ്ലിം നാമധാരി പോലും അണ്ണ ഇവിടുത്തെ ഹിന്ദു മതത്തെയോ ക്രൈസ്തവ മതത്തെയോ തള്ളിപ്പറയില്ല. കാരണം അവൻ ഒന്നില്ലെങ്കിൽ അവൻ മദ്രസയിൽ 1/2 ക്ലാസ് തൊട്ട് ഒരു 1 2 ക്ലാസ് വരെയൊക്കെ ഓതിക്കാണും. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ ക്ലാസ് മൂലം പഠിപ്പിക്കുന്നുണ്ട് ലക്കും ദീനിക്കും വലിയ ദീൻ. അവനവൻ്റെ വിശ്വാസം അവനവന് വലുത്. മറ്റു വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നുകൂടെ ഈ ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റു മതസ്ഥരെയോ അവരുടെ വിശ്വാസങ്ങളെയോ ആരും തള്ളിപ്പറയില്ല. പക്ഷേ ഇവനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിന് മറുപടി കൊടുക്കുന്നു. പ്രത്യേകിച്ച് കാളിയണ്ണനെ പോലുള്ള ആളുകൾ മറുപടി കൊടുക്കും. കാരണം കാളിയണ്ണൻ നമുക്കറിയാം, അദ്ദേഹം ഒരു കറതീർന്ന അറസ്റ്റുകാരനാണ്, ഒരു സംഘപരിവാർ പ്രവർത്തകനാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം സംസാരിക്കുന്നതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല. പക്ഷെ മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുന്നത് അല്ല. ബിഗ് സല്യൂട്ട്, ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ കാളിയണ്ണന് കൊടുക്കുക. കാരണം ഇതുപോലുള്ള മരവാണങ്ങൾക്ക്, അത് ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ ആരാണെങ്കിലും ഇതുപോലെ പ്രതികരിക്കാനുള്ള ആർജവവും തൻ്റെ ഇടവും നമ്മൾ കാണിക്കണം. കാരണം സ്വന്തം മതത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം നമ്മൾ മറ്റു മതസ്ഥരെ വിമർശിക്കാൻ പോകാനല്ലേ. അത് കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.